ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ബിഗിനിൽ നമ്മൾ എങ്ങനെ ഒരു പുതിയ ലീഡ്സ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഒരു പുതിയ കസ്റ്റമർ എൻക്വയറി അല്ലെങ്കിൽ പുതിയൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ലീഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ ഒരു ലീഡായിട്ട് നമ്മൾ ബിഗിനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യാന്നുള്ള ജസ്റ്റ് ഒരു സാമ്പിൾ പ്രസൻറ്റേഷൻ കാണിക്കാം. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടോപ്പിൽ കാണാം പൈപ്പ് ലൈൻ എന്ന സെക്ഷൻ കാണാം. ഇവിടെയാണ് നമ്മൾ ലീഡ്സും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസും കാര്യങ്ങളെല്ലാം കാണാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു ലീഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് ടോപ്പിലായിട്ട് നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാം. ലീഡ്സ് ആഡ് ചെയ്യുന്ന സെക്ഷൻ ഇവിടെയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് ആയിട്ട് ഒരു ഫോം നമുക്ക് എൻ്റർ ആയിട്ട് വരും. ഇവിടെ നമ്മൾ ലീഡ്സിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ നമ്മളെ കമ്പനി നെയിംസും നമ്മളെ ക്ലയൻറ്റിൻ്റെ നെയിംസും ഏത് സ്റ്റേജിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യുന്നത് നമ്മൾ ഈ ഫീൽഡിലാണ്, ഈ സെക്ഷനിലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ലീഡ് നെയിം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ യൂസേഴ്സിന് അല്ലെങ്കിൽ സ്റ്റാഫിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു നെയിം നമുക്ക് ലീഡിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനായിട്ട് നമുക്കൊരു സാമ്പിൾ ഒരു കസ്റ്റമർ ഡീറ്റെയിൽസും നമുക്ക് അവരുടെ ബിസിനസ്സും അവർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും നമുക്ക് ലീഡ് നെയിം ആയിട്ട് കൊടുക്കാം. ഓക്കെ, സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഫഹദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കസ്റ്റമറിന് നമ്മൾ ഫർണിച്ചർ വെബ്സൈറ്റ് ആയിട്ട് ബിസിനസ് ആയിട്ടുള്ളൊരു ക്ലയൻറ്റിന് നമുക്കൊരു വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത് സാമ്പിളായിട്ട്. ഓക്കെ, അവരുടെ ലീഡിൻ്റെ കമ്പനി നെയിം നമുക്കൊരു പുതിയ നെയിം ക്രിയേറ്റ് ചെയ്യാം. ഒരു ഡെക്കോർ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി നെയിമാണ്. ഓക്കെ, നമ്മൾ ആ നെയിം ബിസിനസ് നെയിം ആഡ് ചെയ്തു. ഇനി നമുക്ക് ക്ലയൻറ്റ് ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ക്ലയൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് പുതിയൊരു ക്ലയൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫഹദാണ് നമ്മുടെ ക്ലയൻറ്റ് നെയിം വരുന്നത്. നമ്മൾ ഫഹദിൻ്റെ കമ്പനി വരുന്നത് ഡെക്കോ ട്രെൻഡാണ്. നമ്മൾ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, ലിങ്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഫഹദിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇമെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് സേവ് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏത് സ്റ്റേജിലോട്ടാണ് നമുക്ക് ഈ ന്യൂ എൻക്വയറി ആണെങ്കിൽ നമുക്കത് ന്യൂ ലീഡ്സ് ആയിട്ടാണ് വരിക. സോ നമുക്ക് ന്യൂ ലീഡ്സ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് എത്രത്തോളം ഇത് എമൗണ്ട് വരുന്ന ഒരു പ്രൊജക്റ്റാണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് നോർമലി ഒരു 50,000 റുപ്പീസ് ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ഡേറ്റ് ആണ്. നമുക്ക് ഏത് ഡേറ്റിലാണ് ഇത് ക്ലോസ് ചെയ്യാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എന്നുള്ള ഡേറ്റ് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് മന്ത് ഒരു 13 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 13 ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് റിമൈൻഡേഴ്സ് ആയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ വരും, ഫോളോ അപ്സ് ടൈമിലെല്ലാം വരും. ഓക്കെ, ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് റിക്വയർഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. നമുക്ക് സേവ് കൊടുക്കാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മളെ ന്യൂ ലീഡ് എന്നുള്ള പൈപ്പ് ലൈനിൽ നമ്മൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നമ്മളെ ലീഡിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാം. നമുക്കത് നോട്ടും കാര്യങ്ങളെല്ലാം ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇത് നമുക്ക് പൈപ്പ് ലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫഹദ് ഫർണിച്ചർ എന്നുള്ള ഒരു ലീഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇനി ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റും.